ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് തന്നെ അതിലേക്ക് സ്വാഗതം. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, വേറെ ഒന്നല്ല. എൽറ്റമ്പുരാനെ കുറിച്ചിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് തന്നെ UK ഈ പടത്തിന് റേറ്റിംഗ് കിട്ടിയിട്ടുള്ള 15 എന്ന് പറഞ്ഞിട്ടുള്ള റേറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ യുബാറിയെ പോലെ തന്നെ. പിന്നെ പടത്തിന്റെ ബുക്ക് മൈ ഷോയിലുള്ള ഇൻട്രസ്റ്റ് 300K കൂടുതലായിട്ടുണ്ട്. പിന്നെ ജർമ്മനിയിൽ ഇതിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും പുഷ്പ 2 എന്ന് പറഞ്ഞ പടത്തിന്റെയും കൽക്കി എന്ന് പറഞ്ഞ പടത്തിന്റെയും റെക്കോർഡ് തകർത്തിട്ടുണ്ട്. ഞാക തകർക്കാനുള്ള ജവാന്റെയും അതേമാതിരി പട്ടം എന്ന് പറഞ്ഞ പടത്തിന്റെയാണ്. വെച്ചാൽ സൗത്ത് ഇന്ത്യൻ ഫിലിമിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുണ്ട്. എന്തായാലും മലയാളത്തിലും ഏറ്റവും ടോപ്പ് ആയിട്ടുണ്ട്. എന്തായാലും ജവാനെ ഞെട്ടിക്കാൻ 46K കൂടി മതി. 100K ഓൾറെഡി ആയിട്ടുണ്ട് ജർമ്മനിയിൽ നിന്ന് മാത്രം. പിന്നെ ഒരു മുംബൈക്ക് ഇതിന്റെ പ്രൊമോഷൻ ഇവന്റ് അല്ലെങ്കിൽ ട്രെയിലർ ലോഞ്ചിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അവിടെ എത്തിയതിന്റെ കുറച്ച് ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിന്റെ ഇന്ത്യയിലത്തെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഓപ്പൺ ആകാൻ പോവാണ് ഇന്ന് രാവിലെ 9 മണി മുതൽ. അപ്പോൾ അതിന്റെ ഒരു പോസ്റ്റർ ഇട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിന്റെ കേരള സ്ക്രീൻസ് 670 കൺഫേം ആയിട്ടുണ്ട്. 700 ആക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് എന്താവും എന്നുള്ള അറിയില്ല. പിന്നെ പടത്തിന്റെ 7 days to go പോസ്റ്റർ ഇട്ടുണ്ട്. ഇതിൽ ടോവിനോ തോമസിനെയും മഞ്ജു വാര്യറിനെയാണ് കാണിച്ചിട്ടുള്ളത്. എന്തായാലും പോസ്റ്റർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിന്റെ ട്രെയിലർ ഇന്നലെ 1/8 വരുന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായത്. എന്തായാലും 1/8 മുന്നേ തന്നെ എത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഹിന്ദി ട്രെയിലറും തമിഴ് ട്രെയിലറും നേരത്തെ ലീക്കായി. അതുകൊണ്ട് തന്നെ ഇന്നലെ കിടന്നുറങ്ങണ 12 മണിയൊക്കെ ആകുമ്പോൾ തന്നെ അവർ ഏകദേശം ട്രെയിലർ പുറത്തിറക്കിയിരിക്കുന്നു. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഈ 5 ഭാഷയിലത്തെ. എന്തായാലും ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടീച്ചർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അത്ര പറ്റിയില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ട്രെയിലർ ഗംഭീരമായിട്ടാണ് തോന്നിയത്. പിന്നെ പടത്തിന്റെ ഓവർസീസിലത്തെ അഡ്വാൻസ് പ്രീ സെയിൽസ് എന്ന് വെച്ചാൽ ഇതുവരെയുള്ള പ്രീ സെയിൽസ് കളക്ഷൻ 1.47 മില്യൺ ആണ് ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ 12.8 കോടിയോളം. കുറിപ്പാണ് ഇതിന് മുന്നേ നിൽക്കുന്നത് 1.62 മില്യൺ ആയിട്ട്. മരക്കാരൻ ഏറ്റവും ടോപ്പിൽ 1.66 മില്യൺ ആയിട്ട്. അതിനൊക്കെ കടത്തി വിട്ടു എന്നുള്ളതിനാണ് തോന്നുന്നത് ഈ പോക്കാണെങ്കിൽ. എന്തായാലും ഇനി 7 ദിവസം ഉണ്ട്, അതുകൊണ്ട് തന്നെ വെട്ടിക്കുണ്ടായിരിക്കും. പിന്നെ മലയാള ഫിലിംസിൽ ഏറ്റവും വലിയ ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ മരക്കാറാണ് ഏറ്റവും മുന്നിൽ 20.40 കോടിയായിട്ട്. രണ്ടാം സ്ഥാനത്ത് കുറിപ്പാണ് 19.20 കോടിയായിട്ട്. മൂന്നാം സ്ഥാനത്ത് ഒടിയുണ്ട് 18.10 കോടിയായിട്ട്. നാലാം സ്ഥാനത്ത് ടെർബോ ഉണ്ട് 16.20 കോടിയായിട്ട്. പിന്നെ ആഡ് ചെയ്ത് കിങ് ഓഫ് എർത്ത് അങ്ങനെയാണ് പോയിട്ടുള്ളത്. ലാസ്റ്റ് ലൂസിഫറും ഉണ്ട്. ഇപ്പോഴത്തെ പ്രകാരം വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 14 കോടി ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എമ്പുരാൻ ഓൾറെഡി. എന്തായാലും ഇതിന്റെ ഏറ്റവും ടോപ്പിൽ എത്തുന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും എത്തട്ടെ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനെ സ്പെഷ്യൽ വീഡിയോസിനെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക്. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.